So next we are moving to code division multiple access. അപ്പോൾ ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ആക്സസ് മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്. വാട്ട് ഈസ് മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് സിമിലർ ടു മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്, ബട്ട് ദ ഡിഫറൻസ് ഈസ് it is based on the application, because multiple access is used in satellite communication like methods, and multiplexing നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാണെങ്കിലും മൾട്ടിപ്പിൾ ആക്സസ് ഓർ മൾട്ടിപ്ലെക്സിംഗ്, in both the cases we are transmitting the signal from different carriers അല്ലെങ്കിൽ different sources through same channel. അപ്പം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു? ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആൻഡ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആൻഡ് സ്പേസ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്. അപ്പോൾ ഫ്രീക്വൻസി ഡിവിഷൻ ആൻഡ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് നമ്മൾ പറഞ്ഞപ്പോൾ നമുക്കറിയാം, ഇൻ കേസ് ഓഫ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ഈച്ച് ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ ആർ ലിമിറ്റഡ് ടു എ സ്പെസിഫിക് ബാൻഡ് വിഡ്ത്ത്. അതായത് ഓരോ സോഴ്സിനും റിക്വയർഡ് ആയിട്ടുള്ള ഫ്രീക്വൻസിക്ക് എന്തുണ്ട്? ലിമിറ്റേഷൻ ഉണ്ട്. സിമിലർലി ഇൻ കേസ് ഓഫ് ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ്, ഈച്ച് എർത്ത് സ്റ്റേഷൻ ആർ റെസ്ട്രിക്റ്റഡ് ടു എ പർട്ടിക്കുലർ ടൈം സ്ലോട്ട്. അപ്പോൾ എഫ് ഡി എം എയിലാണെങ്കിൽ ഫ്രീക്വൻസിക്ക് ലിമിറ്റേഷൻ ഉണ്ട്, ടി ഡി എം എയിലാണെങ്കിൽ ടൈം സ്ലോട്ടിൽ എന്തുണ്ട്? ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ യൂസിങ് കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഓൺ ടൈം ഓർ ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്തും പ്രശ്നമല്ല, ടൈമും പ്രശ്നമല്ല. ദാറ്റ് ഈസ് എ സോഴ്സ് ക്യാൻ ട്രാൻസ്മിറ്റ് എവറി ടൈം ആൻഡ് യൂസിങ് ഫുൾ ഫ്രീക്വൻസി സ്പെക്ട്രം. അതേ നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഫുൾ ഫ്രീക്വൻസി സ്പെക്ട്രവും ഏതൊരു സമയത്തും നമുക്ക് എന്ത് ചെയ്യാം? സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ എവിടെയില്ല? സി ഡി എം എയിലെ കേസിൽ ഇല്ല. സോ ഈ സി ഡി എം എനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സ്പ്രെഡ് സ്പെക്ട്രം മൾട്ടിപ്പിൾ ആക്സസ്, SS, സ്പ്രെഡ് സ്പെക്ട്രം. കാരണം ഫുൾ സ്പെക്ട്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് ഡേറ്റ. ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ ലിമിറ്റേഷൻ ഒന്നും ഇല്ല. അലോക്കേറ്റഡ് ബാൻഡ് വിഡ്ത്ത് ഫുൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ സോഴ്സിനും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ? അപ്പോൾ എല്ലാ ഫ്രീക്വൻസിയിലും നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു? സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് ഓരോ കരിയറും തമ്മിൽ, അല്ലെങ്കിൽ ഓരോ എല്ലാ സോഴ്സും തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ എവിടെയാണ് വരുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന എൻകോഡിങ് മെത്തേഡ്. അതായത് ഓരോ സോഴ്സിൽ നിന്നുള്ള സിഗ്നലിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എൻകോഡ് ചെയ്യുന്നുണ്ട്. ആ എൻകോഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡിലാണ് എന്ത് ഇരിക്കുന്നത്? ആ ഒരു ഡിഫറൻസ് ഉണ്ടാവുക. സോ ഈച്ച് എർത്ത് സ്റ്റേഷൻ will transmit the data using a unique binary word. ഓരോ എർത്ത് സ്റ്റേഷനും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു യൂണീക്ക് ബൈനറി വേർഡ് വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ചിപ്പ് കോഡ്. അതിനെ നമ്മൾ പറയുന്ന പേരെന്ന് പറയുന്നത് ചിപ്പ് കോഡ് എന്നാണ്. ചിപ്പ് കോഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ സോഴ്സിൽ നിന്നുള്ള ഡേറ്റയും എൻകോഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ while receiving the data which is transmitted by this transmitter, the receiver should know the chip code. നമ്മൾ ഇത് വെച്ചിട്ട് എൻകോഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അറ്റ് ദ റിസീവിംഗ് എൻഡ് ദ റിസീവിംഗ് എർത്ത് സ്റ്റേഷൻ ഷുഡ് നോ ദ പർട്ടിക്കുലർ ചിപ്പ് കോഡ്. ആ പർട്ടിക്കുലർ ചിപ്പ് കോഡ് അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? തിരിച്ചതിനെ എനിക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഞാനൊരാൾക്കൊരു മെയിൽ അയക്കുകയാണ്, എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ട്രാൻസ്മിറ്റ് ചെയ്തത് അല്ലെങ്കിൽ സെൻഡ് ചെയ്തത്. അപ്പം ഞാൻ ആർക്കാണോ അയച്ചത് അയാൾക്ക് മനസ്സിലാവണം, ഞാൻ അയച്ചതാണെന്ന് മനസ്സിലാകണമെങ്കിൽ എന്തറിയണം? എൻ്റെ മെയിൽ ഐ ഡി ഇതായിരുന്നു. അപ്പം ആ മെയിൽ ഐ ഡി ഇപ്പം ഞാനിപ്പോൾ അയച്ചത് അഞ്ജലിക്കാണെങ്കിൽ അഞ്ജലിയുടെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഷാനിയാണ് അയച്ചതെന്ന് അറിയണമെങ്കിൽ എന്തറിയണം? എൻ്റെ മെയിൽ ഐ ഡി എന്താണെന്ന് അറിയണം, അല്ലേ? ഇതൊരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാ. നമുക്ക് എക്സാക്റ്റ് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഏത് കോഡ് വെച്ചിട്ടാണോ എൻകോഡ് ചെയ്തത് ആ കോഡ് അറിഞ്ഞാൽ മാത്രമേ തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഡീകോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സി ഡി എം എയിൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്? നമ്മൾ ഡിഫറൻസ് പറയുന്നത് സി ഡി എം എ എൻകോഡർ ആൻഡ് സി ഡി എം എ ഡീകോഡർ. എൻകോഡർ മീൻസ് ട്രാൻസ്മിറ്റിംഗ് സെക്ഷൻ ആൻഡ് ഡീകോഡർ മീൻസ് റിസീവിംഗ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ഇൻപുട്ട് ഡേറ്റ, അതാണ് ഈ കാണിച്ചേക്കുന്നത്. FB എന്ന് കാണിച്ചേക്കുന്നത് അതാണ്. അത് ബേസ് ബാൻഡ് ഫ്രീക്വൻസിയിലുള്ളൊരു
സിഗ്നൽ. ആ സിഗ്നലിനെയാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, ഒരു യുണീക്ക് ചിപ്പ് കോഡ് വെച്ചിട്ട് n-bit കോഡ് വേർഡ് വെച്ചിട്ട് എന്ത് ചെയ്തേക്കുന്നത്, മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഓൾ ഡേറ്റ ഇൻ ദിസ് യൂണിവേഴ്സ് ആർ നോർമലി ഇൻ കേസ് ഓഫ് അനലോഗ് ഇൻ നേച്ചർ. അനലോഗിലാണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഈ ഡേറ്റേനെ ഞാൻ ഡിജിറ്റലായിട്ടാണ് വരച്ചേക്കുന്നത്. അപ്പോൾ അതായത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡേറ്റേനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മേ ബി പൾസ് കോഡ് മോഡുലേഷൻ ആയിരിക്കാം യൂസ് ചെയ്തത്, ഓർ യൂസിങ് എനി വൺ ഓഫ് ദ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക് ദ ഡേറ്റ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡിജിറ്റൽ ഫോം, ദെൻ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് n-bit കോഡ് വേർഡ്. അല്ലാതെ നമുക്ക് അനലോഗ് ഒരു സിഗ്നലിനെ എടുത്ത് ഇതിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പ്രാക്ടിക്കലി എന്താ റിലയബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പം നമ്മൾ ആദ്യം ഡേറ്റേനെ എന്ത് ചെയ്തു, ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ വി മൾട്ടിപ്ലൈഡ് ദാറ്റ് ഡിജിറ്റലി കൺവേർട്ടഡ് ഡേറ്റ വിത്ത് n-bit യുണീക്ക് കോഡ് വേർഡ്, ഓർ ഇറ്റ് ഈസ് നോൺ ആസ് ചിപ്പ് കോഡ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തിരിച്ച് കിട്ടിയ ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ എനിക്കിത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി, ഒരു മോഡുലേറ്റഡ് ചിപ്പ് കോഡ് കിട്ടി. ഇവിടെ ഞാൻ യൂസ് ചെയ്തൊരു ചിപ്പ് കോഡായിരുന്നു, വിച്ച് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഡേറ്റ ആൻഡ് വി ഒബ്റ്റൈൻഡ് എ മോഡുലേറ്റഡ് ചിപ്പ് കോഡ്. അപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റൽ ഡേറ്റ ഇപ്പം എൻ്റെ കയ്യിലുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ഇനി അങ്ങനെ കിട്ടിയ ആ ഡിജിറ്റൽ ഡേറ്റയെ ഞാൻ എന്ത് ചെയ്തു, ഫേസ് ഷിഫ്റ്റ് കീയിങ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഫേസ് ഷിഫ്റ്റ് കീയിങ് ചെയ്തത് എന്ത് വെച്ചിട്ടാണ്, ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി കെരിയർ വെച്ചിട്ടാണ്. അപ്പം അന്നേരം നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ ഇരുന്ന ആ ഫ്രീക്വൻസി ബേസ് ബാൻഡിൽ ഇരുന്ന ഡേറ്റയെ ഞാൻ എന്ത് ചെയ്തു, ഒരു റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്, അപ്പ് കൺവേർഷൻ ചെയ്യുവാണ്. ഇവിടെ നോക്കിയാൽ FB ബേസ് ബാൻഡ് സിഗ്നൽ, ബേസ് ബാൻഡ് എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസിയിലിരുന്ന സിഗ്നലാണ്. അതിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഹൈ ഫ്രീക്വൻസിയിലേക്ക് ആദ്യം എന്ത് ചെയ്തു, അപ്പ് കൺവേർഷൻ ചെയ്തു. സോ എന്നിട്ട് അതിനെ എന്ത് ചെയ്തു, അങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലാക്കി. ദെൻ അതിനൊരു ഹൈ ഫ്രീക്വൻസി കരിയർ വെച്ചിട്ട് റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രത്തിലോട്ടാക്കി. സോറി, ഇവിടെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് ആക്കിയിട്ടുള്ളൂ. അതിന് നമ്മളൊരു ഹൈ ഫ്രീക്വൻസി കരിയർ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒന്നും കൂടെ അപ്പ് കൺവേർട്ട് ചെയ്ത് ഹൈ ഫ്രീക്വൻസി സ്പെക്ട്രത്തിലോട്ടാക്കിയിട്ട് എന്ത് ചെയ്തു, ആംപ്ലിഫൈ ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഹൈ പവർ ആംപ്ലിഫയർ ആൻഡ് ബാൻഡ് പാസ് ഫിൽട്ടർ യൂസ് ചെയ്തേക്കുന്നത്. ആദ്യം ആംപ്ലിഫൈ ചെയ്തു, ദെൻ അതിനെ എന്ത് ചെയ്തു, ബാൻഡ് പാസ് ഫിൽട്ടർ യൂസ് ചെയ്തു. എന്തിനാണ് നമ്മൾ ബാൻഡ് പാസ് ഫിൽട്ടർ എപ്പോഴും യൂസ് ചെയ്യുക, ട്രാൻസ്മിറ്റർ സെക്ഷനിലും റിസീവർ സെക്ഷനിലും നമ്മൾ ബാൻഡ് പാസ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് യൂസ് ടു ലിമിറ്റ് ദ ഫ്രീക്വൻസി വിത്തിൻ ദ അലവബിൾ റേഞ്ച്. നമുക്ക് അലൗഡ് ആയിട്ടുള്ള റേഞ്ചിലാണോ ഫ്രീക്വൻസി എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ ഇവിടെ മെയിനായിട്ട് വരുന്ന കാര്യം, നമ്മുടെ കയ്യിലിരുന്ന ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്തു, ചിപ്പ് വെച്ചിട്ട് ചിപ്പ് കോഡ് വെച്ച് മോഡുലേറ്റ് ചെയ്തു. എന്നിട്ട് അതിനെ ഫേസ് ഷിഫ്റ്റ് കീയിങ് യൂസ് ചെയ്തു. പിന്നെ അതിനെ അപ്പ് കൺവേർട്ട് ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്തു. സോ സ്വാഭാവികമായിട്ട് റിസീവറിൽ എന്ത് ചെയ്യണം, ഈ പ്രോസസ്സ് എല്ലാം തിരിച്ച് നടക്കണമല്ലോ. അപ്പോൾ ഡീകോഡിങ്ങിൽ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സിഗ്നലിനെ റിസീവ് ചെയ്തു, ആൻഡ് വിച്ച് ഈസ് ഇൻ റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രം. സോ ദ റേഡിയോ ഫ്രീക്വൻസി സ്പെക്ട്രം ഈസ് ഡൗൺ കൺവേർട്ടഡ് ഇൻ ടു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി, അല്ലേ? ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിൽ ഇരുന്ന സിഗ്നലിനെയാണ് ഞാൻ അപ്പ് കൺവേർട്ട് ചെയ്തിരുന്നത്. സോ അറ്റ് ദ റിസീവിംഗ് ഇറ്റ് ദ റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ഈസ് ഡൗൺ കൺവേർട്ടഡ് ഇൻ ടു ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഫ്രം ദിസ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ വി ക്യാൻ ഒബ്റ്റൈൻ. അപ്പോൾ അതിന് ഞാൻ ഒരു ബാൻഡ് പാസ് ഫിൽട്ടറിലൂടെ പാസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, കൊഹറൻറ്റ് ഫേസ് ഡിറ്റക്ടർ യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു കൊഹറൻറ്റ് ഫേസ് ഡിറ്റക്ടറാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ PSK കെരിയറിനെ കണ്ടുപിടിച്ചു. അതായത് ഞാൻ ഏത് സിഗ്നൽ വെച്ചിട്ടാണ് ഇതിനെ ഈ മോഡുലേറ്റ് ചെയ്തതെന്നുള്ളത് എവിടെ നിന്ന് കണ്ടുപിടിച്ചു, ഈ ഒരു സിഗ്നലിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഇതിന് ഇത് വെച്ചിട്ട് മോഡുലേറ്റ് ചെയ്തപ്പോഴാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി കിട്ടിയത്. അപ്പോൾ ആ ഒരു സിഗ്നലിൽ നിന്ന് ഞാൻ തിരിച്ചെന്ത് ചെയ്തു, ഏതാണ് ആ കെരിയർ എന്നും കണ്ടുപിടിച്ചു. ആൻഡ് ഓൾസോ ദി സിഗ്നൽ കൺസിസ്റ്റ് ഓഫ് ദ പർട്ടിക്കുലർ ചിപ്പ് കോഡ്. വൈൽ ട്രാൻസ്മിഷൻ വി എൻകോഡഡ് ദ ഡേറ്റ വിത്ത് ദ യൂണിക് ചിപ്പ് കോഡ്. സോ അറ്റ് ദ റിസീവിംഗ് എൻഡ് വി ഡീകോഡഡ് ഇറ്റ് വിത്ത് ദാറ്റ് യൂണിക് കോഡ്. അപ്പോൾ ഇതിനെ തിരിച്ച് ഡീകോഡ് ചെയ്യണം. അപ്പോൾ ഈ സിഗ്നലിൽ നിന്ന് എന്തൊക്കെ നമുക്ക് കിട്ടി, ഏത് കോഡ് വെച്ചിട്ടാണ് എൻകോഡ് ചെയ്തതെന്നുള്ളതും കിട്ടി, ഏത് കെരിയർ വെച്ചിട്ടാണ് ഫേസ് ഷിഫ്റ്റ് കീയിങ് ചെയ്തതെന്നുള്ളതും കണ്ടുപിടിച്ചു. അപ്പോൾ ഇപ്പം എനിക്കിവിടെ കോഡും കിട്ടി, PSK ചെയ്ത് കെരിയറും കിട്ടി. അത് രണ്ടും കൂടെ ഞാൻ എങ്ങോട്ട് കൊടുത്തു, ഒരു ബാലൻസ് മോഡുലേറ്ററിലോട്ട് കൊടുത്തു. അപ്പോൾ ഈ ബാലൻസ് മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഇപ്പം എന്തൊക്കെയുണ്ട്, ഫേസ് ഷിഫ്റ്റ് കീയിങ് ചെയ്ത കെരിയറും ഉണ്ട്, ഏത് കോഡാണെന്നുള്ളതും ഉണ്ട്.
ഇനി അത് രണ്ടും കൂടെ ഞാൻ എങ്ങോട്ട് കൊടുക്കുവാണ്? കോറിലേറ്ററിൽ. കോറിലേറ്ററിൽ എന്തൊക്കെയുണ്ട്? ഈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി സിഗ്നൽ. ഈ സിഗ്നൽ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നമ്മുടെ ഡേറ്റ സിഗ്നൽ പ്ലസ്, സോറി ഇത് ഡി ആണ്, ഡേറ്റ സിഗ്നൽ പ്ലസ് അതിനെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഒരു ചിപ്പ് കോഡ് വെച്ചിട്ട് എൻകോഡ് ചെയ്തിട്ടുണ്ട്, പ്ലസ് ഫേസ് ഷിഫ്റ്റ് കീയിങ്ങും ചെയ്തിട്ടുണ്ട്. ഇത്രയുള്ളൊരു സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി എനിക്ക് തിരിച്ച് എന്ത് ചെയ്യണം? ഈ മോഡുലേഷൻ മാറ്റണം, എന്നിട്ട് ഈ ചിപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡീകോഡിങ്ങും ചെയ്യണം. അപ്പോൾ ഈ സാധനമാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ കോറിലേറ്ററിൽ ഞാൻ എന്തൊക്കെ കൊടുത്തു? ഫേസ് ഷിഫ്റ്റ് കീയിങ് ചെയ്ത കരിയർ കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ഡീമോഡുലേഷൻ ചെയ്യാം. പിന്നെ എന്തൊക്കെയുള്ളൂ? ഈ ഡേറ്റേനെ എൻകോഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഇതിലെന്തുണ്ട്? നമ്മുടെ ചിപ്പ് കോഡുണ്ട്. അപ്പോൾ അത് വെച്ച് എനിക്ക് എന്ത് ചെയ്യാം? ഡീകോഡ് ചെയ്യാം. അപ്പോൾ തിരിച്ചെനിക്ക് ഡേറ്റ സിഗ്നൽ കിട്ടി. സ്റ്റിൽ ദ ഡേറ്റ ഈസ് ഇൻ ഡിജിറ്റൽ ഫോം. അപ്പോൾ ഒരു ബിറ്റ് ഡിറ്റക്ഷൻ ഡീമോഡുലേറ്റ് ചെയ്തിട്ട് ഒരു ബിറ്റ് ഡിറ്റക്ടർ യൂസ് ചെയ്ത് എന്ത് ചെയ്തു? കറക്റ്റ് ബിറ്റ് കണ്ടുപിടിച്ചു. ഇനി അതിനെ തിരിച്ച് എന്ത് ചെയ്യും? ഞാൻ അനലോഗ് ഫോമിലോട്ട് കൺവേർഷൻ ചെയ്യും. ഒന്നുമില്ല, ഇവിടെ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ തിരിച്ച് ചെയ്തു. ആദ്യം റേഡിയോ ഫ്രീക്വൻസിയിൽ ഇരുന്നതിനെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലാക്കി. എന്നിട്ട് എന്തൊക്കെ ചെയ്തു? ഈ ചിപ്പ് വെച്ചിട്ട് ഡീകോഡ് ചെയ്തു, ഈ കരിയർ വെച്ചിട്ട് അതിനെ ഡീമോഡുലേഷനും ചെയ്തു. അത്രയും പ്രോസസ്സാണ് എവിടെയും ചെയ്തേക്കുന്നത്, ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് എന്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? CDMA യൂസ് ചെയ്തേക്കുന്ന എൻകോഡിങ് ഡീകോഡിങ്. എൻകോഡിങ്ങിൽ എന്താ ചെയ്തതെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡീകോഡിങ്ങിൽ അതിൻ്റെ നേരെ തിരിച്ചുള്ളൊരു പ്രോസസ്സായിരിക്കും നമ്മൾ ചെയ്തിട്ട് ഉണ്ടാവുക.